നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങളെ, അതായത് അനന്തരാവകാശ നിയമങ്ങളെ തികച്ചും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കുകയാണ് ഇയാൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിനായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ നിരന്തരം അപരവൽക്കരിക്കുന്ന വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയ നേതാക്കളെ പരസ്യമായി വെള്ളപൂശാനും ഇയാൾ മടിക്കുന്നില്ല. ഇസ്ലാമിക നിയമങ്ങളെപ്പറ്റി യാതൊരു അടിസ്ഥാന വിവരവുമില്ലാതെ ആരോ എഴുതിക്കൊടുത്ത ചില കാര്യങ്ങൾ അന്ധമായി വായിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നതിലെ യുക്തിശൂന്യതയും കാപഢ്യവും നമുക്കിവിടെ വിശദമായി പരിശോധിക്കാം. സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കും ഇസ്ലാം വിരോധത്തിനും വേണ്ടി ഇയാൾ എങ്ങനെയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വെള്ളപൂശുന്ന കാപഢ്യം, അതിനോട് നമുക്ക് യോജിപ്പില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സുരേഷ് ഗോപി ഇട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതായത് ഇവരെ മീറ്റ് ചെയ്തു, ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് എ സിഗ്നിഫിക്കന്റ് ഡിസ്കഷൻ അലോങ് സൈഡ് യൂണിയൻ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജ്ജു ആൻഡ് വി പി സോറ, ദ ഫൗണ്ടർ ഓഫ് നിസ. നിസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അത് സ്ത്രീകൾക്ക് വേണ്ടി. നിസ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ വുമൻ എന്നാണ് അതിന്റെ അർത്ഥം. റിഗാർഡിംഗ് ഈക്വൽ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ്. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന ഇതേ വലതുപക്ഷ രാഷ്ട്രീയക്കാർ തന്നെയാണ് വസ്ത്രസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പെൺകുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കിയതും ന്യൂനപക്ഷങ്ങളെ നിരന്തരം പാർശ്വവൽക്കരിക്കുന്നതും. ഇവരെല്ലാം മുസ്ലിം സ്ത്രീകളുടെ വലിയ രക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇയാളുടെ ഉള്ളിലെ ഇസ്ലാം വിരോധം കാരണമാണ്. ഇസ്ലാമിനെ ആക്രമിക്കാൻ ഏത് വർഗീയ ശക്തിയുമായും കൂട്ടുകൂടാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ് സത്യം. ഒരു സമൂഹത്തിനെതിരെ നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ പുരോഗമനവാദികളായി ചിത്രീകരിക്കുന്ന ഇയാളുടെ ഈ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അനന്തരാവകാശവും സാമ്പത്തിക നീതിയും. എടുത്ത സാധനം, പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന സാധനമാണ് ഞാനിവിടെ വായിക്കാൻ പോണത്. ഒന്ന്, ആൺമക്കളും പെൺമക്കളും ഉണ്ടായാൽ ആണിന്റെ പകുതിയാണ് പെണ്ണിന്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ബാക്കി ഈ കാക്കാമാർ ഉസ്താദന്മാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്ന സാധനമൊന്നും നമ്മളിവിടെ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 7 പോയിന്റ്സ്, ഈ 7 കണക്കുകൾ നമ്മളിവിടെ പറയും, ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് ഉസ്താദാണെങ്കിലും അയാളോട് ഇത്രയും ചോദിക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്ലാമിക നിയമപ്രകാരം ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷന്റെ ചുമലിലാണ്. വിവാഹസമയത്ത് ഭാര്യയ്ക്ക് മഹർ നൽകേണ്ടത് പുരുഷനാണ്. ഭാര്യയുടെയും മക്കളുടെയും ഭവനം, ഭക്ഷണം, വസ്ത്രം, ചികിത്സ ഉൾപ്പെടെയുള്ള മുഴുവൻ ചെലവുകളും വഹിക്കാൻ പുരുഷൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. എന്നാൽ ഒരു സ്ത്രീക്ക് അവളുടെ സ്വന്തം സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും കുടുംബത്തിന് വേണ്ടി ചെലവാക്കേണ്ട യാതൊരു ബാധ്യതയും ഇസ്ലാം നൽകുന്നില്ല. അവൾക്ക് ലഭിക്കുന്ന സ്വത്ത് പൂർണ്ണമായും അവളുടേത് മാത്രമാണ്. ഉത്തരവാദിത്തങ്ങൾ നൽകാതെ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ സ്വത്ത് നൽകിയാൽ അത് യഥാർത്ഥത്തിൽ പുരുഷനോട് ചെയ്യുന്ന അനീതിയാകും. അവകാശങ്ങൾ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ലളിതമായ യുക്തി മനസ്സിലാക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല. നിർബന്ധിത ചെലവുകളുള്ള പുരുഷൻ കൂടുതൽ വിഹിതം നൽകുകയും യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത സ്ത്രീക്ക് ലഭിക്കുന്ന വിഹിതം അവൾക്ക് പൂർണ്ണമായി സംരക്ഷിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിലെ നീതി. മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളിലും പുരുഷൻ ഇരട്ടി ലഭിക്കുന്നു എന്നത് ഒരു വലിയ നുണയാണ്. മാതാവും പിതാവും അനന്തരാവകാശികളായി വരുന്ന ചില സാഹചര്യങ്ങളിൽ രണ്ടുപേർക്കും തുല്യമായ ഓഹരിയാണ് ലഭിക്കുന്നത്. മാതാവിലൂടെയുള്ള സഹോദരങ്ങൾക്കും തുല്യമായ വിഹിതമാണ് ലഭിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ലഭിക്കാറുമുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് കേവലം ഒരു ഉദാഹരണം മാത്രം കാണിച്ച് ഇസ്ലാമിനെ ആക്രമിക്കുന്നത് പച്ചയായ വഞ്ചനയാണ്. കുടുംബ വ്യവസ്ഥയും മകളുടെ മകന്റെ അവകാശവും. 5 കിട്ടും, ബാക്കി ഉമ്മാടത് പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ പറയുന്നത്. ഇനി 5, മകന്റെ മകനും മകളുടെ മകനും ഉണ്ടായാൽ മകന്റെ മകന് മാത്രം അവകാശം. ഓക്കെ, അതായത് ഇവിടെ ഇതൊരു വലിയൊരു പോയിന്റാണ്. അതായത് സാധാരണ പറയാണ് എന്തുകൊണ്ട് ആണിന് കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ആണാണ് കുടുംബം നോക്കുന്നതെന്നാണ് ഇവർ പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ ആണിന് സ്വത്തവകാശം കൂടുതൽ കൊടുത്തതെന്ന് പറയാം. ഇതേ മകന്റെ മകനും മകളുടെ മകനും രണ്ടും ആണുങ്ങളാണ്. പക്ഷെ രണ്ടുപേരും കുടുംബം നോക്കുന്ന ആളുകളാണല്ലോ. 2 മകനാണ്, 2 ആണാണ്. പക്ഷെ മകന്റെ മകന് മാത്രമാണ് അവകാശം കിട്ടുക, മകളുടെ മകന് അവകാശമില്ല. അപ്പൊ എന്താ, മകളുടെ മകൻ കുടുംബം നോക്കണ്ടേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് ശരിയാണ്. മകളുടെ മകൻ ഇങ്ങോട്ട് വന്ന് ഉമ്മയുടെ ബാപ്പയുടെ സ്വത്ത് കൂടി വാങ്ങിയാൽ അവൻ 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നായി സ്വത്ത് നേടുകയും യഥാർത്ഥ ബാധ്യതയുള്ള മറ്റു അവകാശികൾക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യും.
ഒരു വ്യവസ്ഥാപിതമായ സാമ്പത്തിക ഘടനയും കുടുംബ പരമ്പരയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ഇത്തരം സൂക്ഷ്മമായ നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. സ്വന്തം പിതാമഹന്റെ സ്വത്തിന് അവകാശിയായ ഒരാൾ മാതാമഹന്റെ സ്വത്തിൽ കൂടി അവകാശം ഉന്നയിക്കുന്നത് സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തകർക്കും. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരാണ് ഇസ്ലാമിക നിയമങ്ങളെ വിമർശിക്കാൻ വരുന്നത്. പെൺമക്കൾ മാത്രമുള്ളപ്പോഴുള്ള ഇസ്ലാമിക സുരക്ഷാ വലയം സംഗതികൾ നോക്കിയിട്ടല്ല എന്നും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് ഇവിടെ കാണാം. ഒരു മകളാണ് സന്താനമെങ്കിൽ മകൾക്ക് പകുതി മാത്രം. ഓക്കെ, ഒരു മകനാണ് സന്താനമായി ഉണ്ടാകുന്നതെങ്കിൽ മുഴുവനും മകന്. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നത്. ഒരു മകളാണ് സന്താനമെങ്കിൽ മകൾക്ക് പകുതി മാത്രം. ഒരു മകനാണ് സന്താനമായി ഉണ്ടാകുന്നതെങ്കിൽ മുഴുവനും മകന് കിട്ടും. ഈ പിന്തുടർച്ചാവകാശത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. അതായത് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ മതം വിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണിത്. കാരണം ഇത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മകളുള്ള ബാപ്പമാരെന്ത് ചെയ്യും? ഇപ്പൊ നമ്മളുടെ ഷുക്കൂർ വക്കീല് ഈ കല്യാണം രണ്ടാമത് കഴിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത് അവകാശത്തോടൊപ്പം വലിയൊരു ഉത്തരവാദിത്തം കൂടി ഇസ്ലാം അവർക്ക് നൽകുന്നുണ്ട്. അനാഥരായ പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാം വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. സ്വത്ത് മുഴുവൻ സ്വന്തം പോക്കറ്റിലിരിക്കണം, എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന മുതലാളിത്ത സ്വാർത്ഥ ചിന്താഗതിയാണ് ഇയാളുടേത്. പാശ്ചാത്യൻ രാജ്യങ്ങളിൽ കാണുന്നതുപോലെ 18 വയസ്സാകുമ്പോൾ മക്കളെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന ഒരു സംസ്കാരമല്ല ഇസ്ലാമിന്റേത്. കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കുകയും ദുർബലർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് ഇസ്ലാം മുന്നോട്ടുവയ്ക്കുന്നത്. ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ അവൾ മരിക്കുന്നത് വരെ അവളുടെ സാമ്പത്തിക സുരക്ഷ പിതാവ്, ഭർത്താവ്, മകൻ, സഹോദരൻ എന്നീ പുരുഷന്മാരിലൂടെ ഇസ്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ സുരക്ഷാ വലയത്തെയാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിരീശ്വരവാദത്തിന്റെ ധാർമ്മിക ശൂന്യത. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നുമില്ലാത്ത ഒരു കാലത്ത് പകുതി കൊടുത്തു, അതും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നാണ് സത്യത്തിൽ ആ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ആധുനിക ലോകം പറയുന്നത് എന്താണ്? തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ പകുതി കൊടുക്കണം എന്ന് പറയുന്നതാണോ നീതി? പകുതി കൊടുക്കണം എന്ന് പറയുന്നതാണോ മോറലി സുപ്പീരിയർ? അതോ തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നതാണോ മോറലി സുപ്പീരിയർ? തീർച്ചയായിട്ടും തുല്യ അവകാശം കൊടുക്കണം എന്ന് പറയുന്നതാണ് മോറലി സുപ്പീരിയർ. ഇസ്ലാം നൽകുന്ന സാമ്പത്തിക വിഭജനത്തെക്കാൾ ധാർമ്മികമായി ഔന്നത്യമുള്ളതാണ് പൂർണ്ണമായ തുല്യത എന്ന് ഇയാൾ വളരെ ആവേശത്തോടെ അവകാശപ്പെടുന്നു. എന്നാൽ ഇവിടെ നാം ചോദിക്കേണ്ട അതിപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ധാർമ്മികതയുടെ അടിസ്ഥാനം? ഇയാളുടെ സ്വന്തം ലോകവീക്ഷണത്തിൽ പ്രപഞ്ചം ഒരു ഉദ്ദേശവുമില്ലാതെ യാദൃച്ഛികമായി ഉണ്ടായതാണ്. മനുഷ്യൻ കേവലം പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായ ഒരു മൃഗം മാത്രമാണ്. ഈ ഒരു ഭൗതികവാദ വീക്ഷണത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ നീതി, തുല്യത, ധാർമ്മികത എന്നൊക്കെ സംസാരിക്കുന്നത്? നിരീശ്വരവാദ പ്രകാരം പ്രകൃതിയുടെ നിയമം എന്നത് കരുത്തുള്ളവൻ അതിജീവിക്കുകയും ദുർബലൻ നശിക്കുകയും ചെയ്യുക എന്നതാണ്. അവിടെ നീതിക്കോ ധാർമ്മികതയ്ക്കോ യാതൊരു അർത്ഥവുമില്ല. ഒരു വ്യക്തി തന്റെ സമ്പത്ത് മറ്റൊരാൾക്ക് നൽകണം എന്ന് പറയാൻ നിരീശ്വരവാദത്തിൽ എന്ത് ശാസ്ത്രീയ തെളിവാണുള്ളത്? തന്റെ സമ്പത്ത് താൻ തന്നെ അനുഭവിക്കും, മറ്റാർക്കും നൽകില്ല എന്ന് ഒരാൾ തീരുമാനിച്ചാൽ നിരീശ്വരവാദത്തിന് അതിനെ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. സ്വന്തം സിദ്ധാന്തത്തിൽ യാതൊരു ധാർമ്മിക അടിത്തറയുമില്ലാത്ത ഇയാൾ ഇസ്ലാമിനെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ഇസ്ലാം കൃത്യമായ ഒരു ധാർമ്മിക ചട്ടക്കൂട് നൽകുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനാണ് അവൻ നിയമങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾക്ക് കൃത്യമായ ന്യായീകരണവും ബാധ്യതയുമുണ്ട്. നിർബന്ധിത സാമ്പത്തിക ബാധ്യതകളില്ലാത്ത സ്ത്രീക്ക് ഒരു നിശ്ചിത വിഹിതം നൽകുകയും കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും പേറുന്ന പുരുഷന് അതിനനുസരിച്ചുള്ള വിഹിതം നൽകുകയും ചെയ്യുന്നത് പൂർണ്ണമായും യുക്തിഭദ്രവും നീതിയുക്തവുമാണ്. മനുഷ്യന്റെ പ്രകൃതവും ബാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ദൈവിക നിയമങ്ങളെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും പാശ്ചാത്യൻ ആശയങ്ങൾക്കും വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൽ അരാജകത്വം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക പ്രമാണങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ പഠിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറാകണം. അല്ലാതെ തങ്ങൾക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ നൽകി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വിലപ്പോവില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്കർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.